എൻ്റെ പേര് ബിന്ദുരാജീന. ഞാൻ കൊല്ലം ജില്ലയിലെ ചവറയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നത് 2022 ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ ചേച്ചിയാണ് ഒരു പത്രം തന്നത് മുഖേന ഞാൻ മാതാവിനെ കുറിച്ച് അറിയുന്നത്. ആ സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു. 6 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഞാൻ മാതാവിനെ കുറിച്ച് അറിയുന്നത്. മാതാവിൻ്റെ പത്രം വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പത്രം വെച്ച് പ്രാർത്ഥിച്ചതിന് കുറച്ച് മനസ്സമാധാനമൊക്കെ കിട്ടുമായിരുന്നുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പത്രത്തിനകത്ത് നോക്കി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്ത്. പക്ഷേ പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ രാവിലെ വൈകിട്ട് ആ പ്രാർത്ഥന ചെല്ലുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കതിനെക്കുറിച്ച് മെഴുകുതിരി കത്തിച്ച് വെക്കണമെന്നോ പച്ചത്തിരി കത്തിച്ച് വെക്കണമെന്നോ നീലത്തിരി കത്തിച്ച് വെക്കണമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്നോ ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ 6 വിഷയങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഒരു വിഷയം മാത്രമേ നടന്നിട്ടുള്ളൂ. എൻ്റെ മോനെ ഗർഭിണിയായിരുന്നു. ആ പ്രസവം നല്ല രീതിയിൽ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ ആദ്യത്തെ പ്രസവം ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് വയറ്റിൽ മസിലിന് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ അതുപോണൊക്കെ ആയിരിക്കുമോ കൂടുതൽ പ്രശ്നങ്ങൾ, റെസ്റ്റ് എടുക്കാനൊന്നും പറ്റുന്നൊരു അവസ്ഥയിലല്ലായിരുന്നു ആ സമയത്തും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് പ്രസവമൊക്കെ നടന്നത്. പ്രസവിച്ച് എല്ലാം കഴിഞ്ഞിട്ടും പിന്നെ പ്രസവ നിർത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ആയിട്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നങ്ങളായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊച്ചുങ്ങളെയും കൊണ്ട്. അങ്ങനെ വഴക്കിട്ട് പിന്നെ ഞാൻ വെച്ചിവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്കൊന്നും നടന്നില്ലല്ലോ, എൻ്റെ കൊച്ചിൻ്റെ കാര്യം മാത്രമേ നടന്നുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും പിരിഞ്ഞ് നിൽക്കുക. പക്ഷേ എന്നാലും ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, അമ്മ ഉടമ്പടി എടുത്തിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇവിടുത്തെ സാക്ഷ്യം കേട്ട് ഇവിടുത്തെ ധ്യാനമൊക്കെ കണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പച്ചത്തിരി കത്തിച്ച് നീലത്തിരി കത്തിച്ചൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്ക് അങ്ങനെ അതുകൊണ്ടായിരിക്കും എനിക്കിതൊന്നും കിട്ടാഞ്ഞത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ആ അമ്മയോടൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എനിക്ക് പോകണം, എനിക്ക് അവിടെ പോയി ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്താൽ എന്തെങ്കിലും രക്ഷ ഉണ്ടാകത്തുള്ളൂ എനിക്ക് തോന്നുന്നു, എനിക്ക് പോയേ പറ്റത്തോളം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ കൂടെ വന്ന് താമസമായതിനു ശേഷം 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു. സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 8 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മ വീട്ടു ജോലിക്ക് പോയി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഹസ്ബൻഡുമായിട്ട് പിണങ്ങിക്കുന്നതുകൊണ്ട് ഹസ്ബൻഡ് ഒന്നും തരത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2012 ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് വീട്ടിൽ എല്ലാവരും പറയും ജോലിക്ക് പോകണ്ട, ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പോയാൽ മതി, പ്രൈവറ്റ് ജോലിക്കൊന്നും പോകണ്ട എന്ന്, നീ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വിടുവാണെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിടയ്ക്ക് അവിടെയും വിടത്തില്ല, ഹസ്ബൻഡ് വിടത്തില്ലായിരുന്നു ജോലിക്ക്. അങ്ങനെ 32ാമത്തെ വയസ്സിലാണ് എൻ്റെ രണ്ടാമത്തെ മോനെ ഗർഭിണിയാവുന്നത്. വയസ്സ് ഓവറായിക്കൊണ്ടിരിക്കുന്ന ഇതുകൊണ്ട് ജോലി കിട്ടാനും പാടാണല്ലോ. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 6 വിഷയം വെച്ചതിൽ 3 എണ്ണത്തിൽ ഒരെണ്ണം എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു. പിന്നെ ജോലിക്ക് ഞാൻ വിചാരിച്ച ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടി വേണം. അതിന് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ വണ്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചല്ലാതെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു വണ്ടിയുടെ കാര്യം. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി 2ാമത്തെ ദിവസം ലോൺ വെച്ച്, അതിന് മുമ്പ് ഒരുപാട് വട്ടം നോക്കിയത് ലോൺ വെച്ച് വണ്ടി എടുത്തിട്ട് ജോലിക്ക് പോകാനൊക്കെ നോക്കിയിട്ടൊന്നും നടന്നില്ല. പക്ഷേ സെപ്റ്റംബർ 8 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് വണ്ടിയുടെ കാര്യമെല്ലാം റെഡിയായി, ലോൺ ശരിയായെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു. ലോൺ ശരിയായെല്ലാം വണ്ടിയെല്ലാം കിട്ടി. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 16 എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാനൊരു പരസ്യം കണ്ട് വിളിച്ചതാണ്. ഫെഡറൽ ബാങ്കിൻ്റെ ഫിൻസർവിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വിളിച്ച് ഇൻ്റർവ്യൂവിന് ചെന്നു. അവർ ചെന്നപ്പോഴേ പറഞ്ഞ് നല്ല പാടുള്ള പണി, 7:30 കയറണം, കൊച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് നടങ്ങാൻ പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം, അതുകൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. 7:30 തന്നെ കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി, വണ്ടി എടുത്ത് ജോലി കിട്ടി. അത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഞാൻ 2ാമത് അതിനകത്ത് വെച്ചിട്ടുള്ളത് എൻ്റെ അമ്മയുടെ കടത്തിൻ്റെ കാര്യമായിരുന്നു. കാരണം എൻ്റെ മൂത്തൊരു സഹോദരന് ഈ കടമൊക്കെ കയറി ഇവിടുന്ന് പോയി, ആളിപ്പോൾ എവിടാന്നൊന്നും അറിയത്തില്ല. അങ്ങനെ സാമ്പത്തിക പ്രശ്നം കൂടിപ്പോയത്. അതിനുശേഷം ഹസ്ബൻഡ് പ്രശ്നങ്ങളൊക്കെ ആയത്. അപ്പം എൻ്റെ അമ്മയ്ക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ കടം കയറി അന്നോട്ട് ഈ 4 വർഷമായിട്ട് ഇപ്പം 2.5 ലക്ഷം രൂപയുടെ പലിശ കൊടുത്തോണ്ടിരിക്കുക എൻ്റെ അമ്മ. വീട്ടുജോലിക്ക് പോയാൽ കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഒരു തരത്തിൽ ആരും സഹായിക്കില്ലായിരുന്നു. സഹായിക്കുമെങ്കിലും വലിയ രീതി എമൗണ്ടൊന്നും തന്നെ സഹായിക്കത്തില്ലല്ലോ. ചെറിയ ആവശ്യങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ചെയ്ത് തരുമെങ്കിലും വലിയ 2.5 ലക്ഷം രൂപ ഒന്നും ആരും സഹായിക്കത്തില്ലല്ലോ.
അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാർ മുഖേന 2,00,000 രൂപയുടെ കടം, അതായത് പലിശ കൊടുക്കണ്ട, പലിശ കൊടുക്കാതെ ആ പൈസ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുമ്പം കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ അവർ സഹായിച്ചു. അപ്പോൾ അവരെ കൊണ്ട് ഇവിടുത്തെ മാതാവല്ലേ അങ്ങനെ ചെയ്യിപ്പിച്ചത്. അതിന് മുമ്പ് ഒരുപാട് അല്ലാതെ 500, 1000 ഒക്കെ തന്ന് സഹായിക്കാനും 10,000 രൂപയൊക്കെ വരെ തന്ന് സഹായിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയും എമൗണ്ടൊന്നും ആരും തരത്തില്ല, പലിശ കൊടുക്കാതെ ഒന്നും തരത്തില്ല. ആ പലിശക്കട ഒഴിവാക്കി തന്നത് ഈ മാതാവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഇളയൊരു സഹോദരനുണ്ട്, അത് മദ്യപാനമായിരുന്നു. 18 വയസ്സ് മുതൽ മദ്യപാനം, എല്ലാവരുമായിട്ട് അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാനും ഇങ്ങനെ വന്നിരിക്കുന്ന എൻ്റെ സഹോദരനും കൂടി ഇങ്ങനെ ആ വന്നതിനിടയ്ക്ക് അടിയും വഴക്കും ഒക്കെ റോഡിലിട്ടൊക്കെ അടി കൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആ ആളുടെ കാര്യം കൂടെ വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പം 35 വയസ്സായി, നല്ല രീതിയിൽ മദ്യപിക്കുന്ന ആളായിരുന്നു. എങ്ങും പോയി സ്ഥിരമായിട്ട് ഒരിടത്ത് ജോലിക്ക് നിൽക്കത്തില്ല, പോയെടുത്ത് നിന്നെല്ലാം തിരിച്ചു വരും. അങ്ങനെ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ആൾ. ഇപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് പോയതിന് ശേഷം അയാൾ ബാംഗ്ലൂരിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു കമ്പനി കയറി 3 മാസമായി, ഒരു കുഴപ്പവും ഇല്ല, അവിടെ തന്നെ നിൽക്കുക. മദ്യപാന കാര്യങ്ങളൊന്നും ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യാൻ പോകുന്ന എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഫിൻസർവിൽ ജോലി ആയതുകൊണ്ട് ലോൺ ചെയ്യാൻ പോവുകയും കളക്ഷൻ എടുക്കാൻ പോവുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ വഴിക്ക് പോകുന്ന വഴിക്ക് എല്ലാം ഞാൻ പോകുന്നിടത്തെല്ലാം പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് പള്ളിയുണ്ട്, അവിടുത്തെ പള്ളിയിൽ പോയി ഞായറാഴ്ച ദിവസം ആരാധനയ്ക്ക് പോകുമ്പോൾ അവിടെ എല്ലാവർക്കും, എനിക്ക് ആദ്യമേ ഒന്നും പത്രം കൊടുക്കണം എന്നെനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ അവിടെ കൊണ്ടുവന്ന് വെക്കത്തേ ഉള്ളായിരുന്നു. അങ്ങനെ വെക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു ആൻറ്റി കണ്ടപ്പം പറഞ്ഞ്, മോളെ ഇങ്ങനെ വെച്ചിട്ട് നിനക്ക് ഗുണമില്ല, ഇങ്ങനെ വെക്കുകയല്ല, അത് കൊണ്ടുവന്ന് നടന്നു കൈ കൊടുക്കണം, കൊടുത്താലേ നിനക്ക് അതിൻ്റെ പ്രയോജനമുള്ളെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്കറിയത്തില്ലായിരുന്നു, എനിക്കൊരു ഒരു വയസ്സുള്ള കുഞ്ഞാ കയ്യിൽ, അതുകൊണ്ട് അന്ന് ഇവിടെ വന്നപ്പോൾ എനിക്കൊന്നും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇവിടെ പറഞ്ഞു തന്നു, മോളൊന്നും കേട്ടില്ലായിരുന്നു എന്ന് അവിടെയും ചോദിച്ചു. ഇവിടെ വന്നപ്പോൾ സിസ്റ്ററും ചോദിച്ചു, മോളൊന്നും കേട്ടില്ലായിരുന്നു എന്ന്. ഞാനൊന്നും വ്യക്തമായിട്ട് കേട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു. അറിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു പത്രം ഉണ്ടെങ്കിലും, ഒരു പത്രം ഉള്ളെങ്കിൽ ഞാനത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് കൊണ്ട് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നേർച്ച വസ്തു കളക്ഷൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ കളക്ഷൻ ഇരുന്നിടത്ത് എല്ലാവരും ഒന്ന് കളക്ഷൻ കിട്ടണമെന്നില്ല. ആദ്യമായിട്ട് കളക്ഷന് പോകുമ്പം പൈസ കിട്ടാതൊക്കെ വന്ന് രണ്ടാമതും പോയി മേടിക്കാൻ പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു, മോളെ നീ ഈ എണ്ണയും ഈ ഉപ്പുമൊക്കെ മേടിച്ച് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്, ഇത് അപ്പോഴേ അവിടെ പറഞ്ഞില്ലേ, നീ ഇതൊന്ന് ഇട്ടുകൊണ്ട് പോ, നീ ഇതൊന്ന് കൈ കൊണ്ടുപോകുമ്പോൾ നിനക്ക് ഇതിൻ്റെ മാറ്റം വരുമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. പറഞ്ഞത് കേട്ടോണ്ട് എനിക്ക് എപ്രാളം പിടിച്ച് പോകുന്നോണ്ട് ഇതൊന്നും ഞാൻ ഓർക്കാറില്ലായിരുന്നു. ജോലി കിട്ടിയതിന് ശേഷം നല്ല രീതിയിൽ സ്ട്രെസ്സുണ്ട്, അപ്പം ഓർക്കാറില്ലായിരുന്നു. ഞാൻ രാവിലെ എണീറ്റ് പിന്നെ കളക്ഷന് 10 ദിവസമുള്ള കളക്ഷൻ, എന്നാലും നല്ല രീതിയിൽ കളക്ഷനുണ്ട്. അപ്പം പോകുന്നതിന് മുമ്പ് നെറ്റിയിൽ കുരിശ് വരച്ചല്ല പോകുന്നത്. ഞാനാണെങ്കിൽ 2012 ഇറങ്ങിയതിന്, ഡിഗ്രി കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ജോലിയില്ലാതെ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോവുക. അപ്പോൾ എനിക്ക് ഈ കളക്ഷന് പോകുമ്പോൾ വഴിയും കാര്യങ്ങളൊന്നും അത് ഒരുപാട് വട്ടം വഴിതെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. പോകുന്നിടത്തൊന്നും അല്ലായിരിക്കും ചെന്ന് കയറുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഇവിടുത്തെ മാതാവിനെ വിളിച്ചിങ്ങനെ പറയും, ദൈവമേ എന്നെ എത്തേണ്ടടുത്ത് എത്തിക്കണേ, എന്തെങ്കിലും വഴി കാണിച്ചു തരുന്നത്. ചിലരൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല, നമുക്ക് വഴി പറഞ്ഞു തരത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ ഈശോ മാധവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞായറാഴ്ച ദിവസം എനിക്ക് ലീവാണ്. ആ ദിവസം വീട്ടിൽ നിൽക്കുന്ന ദിവസം ഞാൻ വീട്ടിൽ ഫുഡ് റെഡിയാക്കിയിട്ട് എൻ്റെ കൊല്ലത്ത് ഒരു കൈകൊട്ടി ഈശോ എന്ന് പറഞ്ഞൊരു സ്ഥലം, ഒരു പള്ളിയുണ്ട്, അവിടെ കൊണ്ടുവന്ന് അവിടെ യാചനയ്ക്ക് ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കുകയും പിന്നെ എന്തെങ്കിലുമൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ പൈസ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. ഇത്രയും നന്ദി ഈശോയ്ക്ക് മാതാവിന് ഞാൻ 1000 നന്ദി പറയും. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇതാ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കുന്നുവെന്ന്. ഈശോയുടെ ജനന സമയത്ത് ആട്ടിടയർക്ക് ലഭിച്ച സന്ദേശമാണ്. ഈശോ സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ആരെന്നില്ലാതെ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്ന, തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരെയും മാറോട് ചേർക്കുന്ന ഒരു കരുണയുള്ള കരുതലുള്ള ദൈവം ആണ് നമുക്കുള്ളത്. അങ്ങനെ ബിന്ദു രാജി എന്ന ഈ മകള് ഇവിടെ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത്. താൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ, പിന്നീട് എങ്ങനെ ഉടമ്പടിയിലൂടെ തനിക്ക് 8 വർഷമായിട്ട് ഒരു ജോലി ലഭിക്കാതെയൊക്കെ നിൽക്കുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ പിന്നീട് എങ്ങനെ തെളിയുന്നു, തങ്ങളുടെ കടബാധ്യതകൾ മറ്റൊരാൾ ഏറ്റെടുക്കുകയും
പലിശ കൂടാതെ ഇനി എപ്പോഴെങ്കിലും കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്കൊക്കെ തങ്ങളുടെ ആ ഒരു വലിയ ഭാരമായിട്ട് തങ്ങൾക്ക് തോന്നിയതൊക്കെ എങ്ങനെയാണ് പിന്നീട് ഭാരലഘുത്വം, ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണത്, ഭാരലഘുത്വം, ലൈറ്റ് വെയ്റ്റനിങ്, അങ്ങനെയൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ മാറുന്നത്? തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒത്തിരിയേറെ മാറ്റം വന്നു, അതായത് താൻ ജീവിതം പോലും അവസാനിപ്പിച്ചാലോ എന്നുള്ള ഒരു ചിന്ത പോലും വന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് തൻ്റെ ജീവിതത്തിൽ കൈപിടിച്ച് നടത്തുന്നത് അമ്മയോടും ഈശോയോടുമുള്ള ഈ ഒരു സ്നേഹവും ബന്ധവും മാത്രമാണെന്നാണ് ഈ മകളുടെ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 17 വർഷമായിട്ട് തൻ്റെ സഹോദരനുണ്ടായിരുന്ന മദ്യപാനം പൂർണ്ണമായും മാറുന്നു. എത്രയോ മക്കളാണ് ഇവിടെ അങ്ങനെയുള്ള തങ്ങളുടെ കുടുംബത്തിലേക്ക് സമാധാനവും സന്തോഷവും ലഭിച്ചു. തങ്ങളുടെ ജീവിതം ഇന്ന് ഒരു തൂവൽ പോലെ തങ്ങൾക്ക് കനം കുറഞ്ഞതായി മാറിയിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ഈശോ തന്നത് മാത്രമാണ് എന്ന് ഈ അൾത്താരയിൽ പറയുന്ന എത്രയോ അനുഭവ സാക്ഷ്യങ്ങളാണ് നമുക്കുള്ളത്.